ഒരു ഭാര്യ ഭർത്താക്കന്മാര് അവര് ജോലിയുള്ളവരാണെങ്കിൽ ഈ രണ്ടുപേർക്കും അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരേ നീതിയാണോ ഒക്കെ കിട്ടുന്നത്? അങ്ങനല്ലേ? ആണക്ക. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവ് അവന്റെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് അവന് പോയി റെസ്റ്റ് എടുക്കാം. പക്ഷെ ഒരു ഭാര്യക്ക് എത്ര ദിവസം റെസ്റ്റ് എടുക്കാൻ കഴിയുക? ഒന്നവള് ക്ഷീണിതയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം അവൾ പോയി കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടല്ല. 3-ാമത്തെ ദിവസം മുതലുണ്ടല്ലോ ആ കിടന്നതിന് കുറ്റമായിരിക്കും, കണ്ണുമുഖം കാണേണ്ടി വരിക. ഭർത്താവിന് അങ്ങനെയല്ല, അവൻ ക്ഷീണിതാണ് കിടന്നോട്ടെ എന്ന് പറയുന്നതായിരിക്കും കുടുംബക്കാര്, അല്ലെ? ഒരു ഭാര്യ അവളുടെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണ്ടല്ലോ നേരെ പോകുന്നത് ഒന്നെങ്കിൽ ചായക്ക് വെള്ളം വെക്കാനായിരിക്കും, അവള് കാത്തിരിക്കുന്ന അവളെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ ചോറിന് അരിയിടാനായിരിക്കും. എന്നിട്ടായിരിക്കും എന്താവെന്ന് അറിയാം, അവള് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരിക. കാരണം അത്ര പോലും സമയം കളയാൻ അവൾക്ക് ഉണ്ടാവില്ലേക്ക, അല്ലെ? പിന്നെ ഒന്ന് ഭാര്യ ഇപ്പൊ ജോലി സ്ട്രെസ്സായി ഒന്ന് നേരം വൈകി വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താ നേരം വൈകിയത്? ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ലേക്ക. ഇന്ന് ജോലി തിരക്കായിരുന്നു മോനെ എന്ന് ചോദിക്കും. ആണോക്ക? ഇത് കൂടുതൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ സപ്പോർട്ട് ഭർത്താവ് ഉണ്ടെങ്കിലും കുടുംബത്തിന് സപ്പോർട്ട് കുറവായിരിക്കും. ഇനി ഭർത്താവ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ജോലിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അവന് വിളിക്കുന്ന പേരും കിട്ടുക പെൺകോന്തൻ. സത്യമല്ലേക്ക? അല്ലെ? ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയാണിക്ക. അവളുടെ മാസത്തിൽ വരുന്ന അവളുടെ മൂഡ് ചേഞ്ചിലും അവളുടെ മക്കളുടെ കാര്യത്തിൽ കൊടുക്കേണ്ട ഓവർ സ്ട്രെസ്സിലും എല്ലാം അവളൊന്ന് അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പറയും ജോലി വന്നപ്പം അവൾക്ക് എന്തായി, അഹങ്കാരമായി എന്ന്. കുറച്ചൊക്കെ വീട്ടുകാരും എന്താ പറയാ ഭർത്താവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലല്ലേക്ക് ആ ഭാര്യക്ക് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ ഒരു അഹങ്കാരി എന്നുള്ള പേരിനേക്കാളും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്താണ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ എന്നുള്ള നല്ല പേരായിരിക്കും.